ഹലോ കൂട്ടുകാരെ, ഒത്തിരി നാളായല്ലോ എൻ്റെ വോയിസൊക്കെ കേട്ടിട്ടില്ലേ. ഇന്നിപ്പോൾ ചിങ്ങ ഒന്നാണല്ലോ. രാവിലെ എഴുന്നേറ്റു, ഫ്രഷായി, ജനലൊക്കെ തുറന്നിട്ടു. ഇങ്ങനെ രാവിലെ ചിങ്ങപ്പുലരിയൊക്കെ കാണാമെന്ന് പറഞ്ഞ് ജനലൊക്കെ തുറന്നിട്ടു. ഞാനിങ്ങനെ ആ ഭാഗത്തേക്ക് കുറച്ച് നേരം നോക്കി നിന്നു. നല്ല തണുത്ത കാറ്റ്, മഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രഷായി, മുഖമൊക്കെ കഴുകി ഫ്രഷായി. ഇനിയിപ്പോൾ നമ്മുടെ കിച്ചൺ ജോലിയിലേക്ക് കിടക്കാം. അങ്ങനെ ഫ്രഷായി. രണ്ടുപേരും നല്ല ഉറക്കമാണ് കേട്ടോ. രണ്ടുപേർക്ക് 7 മണിക്ക് എഴുന്നേറ്റാൽ മതി. ഞാനിങ്ങനെ കിച്ചണിലേക്ക് പോകുമ്പോൾ ഡെയിലി പതിവാണ്, ഓരോ ചന്ദനത്തിരി വീതം ഇങ്ങനെ കത്തിച്ച് വയ്ക്കും. അത് നമുക്കൊരു പ്രത്യേക ഉന്മേഷം നൽകും, ഒരു പോസിറ്റീവ് വൈബ് നൽകും. പിന്നെ ഫിഷിന് ഫുഡ് കൊടുക്കണമായിരുന്നു. അങ്ങനെ കുറച്ച് ഇപ്പോൾ ഒരു 3-4 ഫിഷേ ഉള്ളൂ. ഞങ്ങളൊരിക്കൽ ഒരു 2-3 ഡേ ഇവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് 4 ഫിഷ് ഇങ്ങനെ അത് ചത്തുപോയി. പിന്നെ ഇപ്പം ഞാൻ ഇന്നലെ അരച്ച് വെച്ച ഇഡലി മാവുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്ന് ഇഡലി ആക്കാമെന്ന് വെച്ചു. കുറച്ച് അപ്പത്തിൻ്റെയും കൂടെ മാവിരിപ്പുണ്ട്. അപ്പോൾ അമ്മുക്കുട്ടിക്ക് 2 തരം കാപ്പിയാണ് ഇന്ന് ഡെയിലി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇഡലി പാത്രമൊക്കെ ഇങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചു വൃത്തിയാക്കി. ഇഡലി മാവിലൊരു പ്രത്യേകതയുണ്ട്. ഇഡലി മാവിൽ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി, ഒരു അര പച്ചമുളക്, ഒരു കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതൊരു 2 എണ്ണം എല്ലാം കൂടെ അരിഞ്ഞിടും. അരിഞ്ഞ് ഉപ്പും കൂട്ടി ഇങ്ങനെ നല്ലപോലെ കലക്കി വയ്ക്കുമ്പം കറിവേപ്പിലയും കൂടെ ഇടണം. നല്ല മണമായിരിക്കും. എത്ര നേരം വേണമെങ്കിലും, വൈകുന്നേരം വേണമെങ്കിലും നമുക്ക് ഇഡലി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല മണവും നല്ല രുചിയും കിട്ടും. അങ്ങനെ ഇഡലി തട്ടിലേക്ക് ഇഡലിയെല്ലാം കോരി ഒഴിച്ചു. മോനിങ്ങനെ ഇഡലിയൊന്നും ഇഷ്ടമല്ല എങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ അവൻ അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ഒരു സാമ്പാർ ഉണ്ടാക്കണം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട് കേട്ടോ, ഡിങ്കു എന്ന പേര്. അവനിങ്ങനെ രാവിലെ പാലൊക്കെ അനത്തി വെച്ചു. അപ്പോഴത്തേനും അമ്മുക്കുട്ടി ഉണർന്നു, വാശി പിടിച്ചിങ്ങനെ ഇരിക്കുക. അമ്മുക്കുട്ടിക്ക് ബിസ്ക്കറ്റൊക്കെ ഇട്ട് പാലിൽ ഇങ്ങനെ കൊടുത്തു. അവളിങ്ങനെ കുടിക്കത്തൊന്നുമില്ല. പിന്നെ എനിക്കുള്ള ചായ ഉണ്ടാക്കി. ഞാൻ മാത്രമേ ചായ കുടിക്കാറുള്ളൂ. അപ്പോഴത്തേന് ഇഡലിയൊക്കെ റെഡിയായി. പിന്നെ സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ കുക്കറിലാക്കി അതിൻ്റെ മസാലയെല്ലാം ആക്കി സാമ്പാറിന് വേവിക്കാൻ അടുപ്പിലത്തേക്ക് വെച്ചു. അപ്പം നല്ല സോഫ്റ്റ് ഇഡലിയാണ് കിട്ടിയത്. ഇന്നിപ്പോൾ ചെറിയ ഷേപ്പിൻ്റെ കുറവുണ്ട് ഇഡലിക്ക്. അപ്പോഴത്തേന് ഡിങ്കുവിനെ ഞാൻ പോയി പാലൊക്കെ കൊടുത്തു. അവനിങ്ങനെ വാലക്കാട്ടി പാൽ കുടിക്കുകയാണ്. പിന്നെ അപ്പോഴത്തേനും ആ സമയത്ത് ഞാനിങ്ങനെ അപ്പം ഉണ്ടാക്കി, കൈ കഴുകിയിട്ട് വന്നിട്ട് അപ്പമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അപ്പത്തിന് ഈ ചമ്മന്തി ഉണ്ടാക്കണമല്ലോ. അങ്ങനെ അപ്പത്തിന് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. ചമ്മന്തി പൊടിയാണ് അപ്പത്തിനുണ്ടാക്കിയത്. അതും കഴിഞ്ഞ് അപ്പമൊക്കെ നല്ല സൂപ്പർ അപ്പമൊക്കെ ആക്കി വെച്ചു. അപ്പോഴത്തേന് സാമ്പാറൊക്കെ കടുക് വറുത്ത് സാമ്പാറായി. അങ്ങനെ അപ്പമായി, ഇഡലിയായി, അപ്പത്തിനുള്ള ചമ്മന്തിപ്പൊടിയായി, സാമ്പാറുണ്ടാക്കി. അങ്ങനെ എല്ലാം കൂടെ അമ്മുകുട്ടിക്കും മോനും ഉള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം ആക്കി ഞാൻ റെഡിയാക്കി അവരെ സ്കൂളിലേക്ക് വിട്ടു. അതിനുശേഷം ഇന്ന് ചിങ്ങം ഒന്നാതിൽ കുറച്ച് പൂവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ 1-2 ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു. അങ്ങനെ